മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രിമാർ. ആരെയെങ്കിലും ബസിന് മുമ്പിൽ തള്ളിയിട്ട് കലാപമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. അത് പൊളിക്കാനാണ് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചതെന്ന് മന്ത്രി എം ബി രാജേഷ് 24-നോട് പറഞ്ഞു. നവകേരള സദസ്സിലെ ജനപിന്തുണ കണ്ടിട്ടുള്ള ചിലരുടെ അസ്വസ്ഥതയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയുള്ള പ്രതിഷേധം എന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. വീട്ടിലിരുന്നവരെ ആരെയും പോലീസ് മർദ്ദിച്ചില്ലല്ലോ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ഗൺമാന്റെ കയ്യിൽ തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നാളാണല്ലോ. അപ്പോൾ ആ ഗൺമാൻ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ തോക്ക് ആ ഗൺമാനിന് അധികാരമാണ്, ഇനിയും വെടിവെക്കും എന്ന് പറഞ്ഞാലാണ് ഗൺമാൻ എന്താ തീർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും, അവരത് സംബന്ധിച്ച് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ സുധാകരൻ വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു, ആരെങ്കിലും ബസ്സിന്റെ മുമ്പിൽ ചാടി എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് എന്താ, അത് അയാളുടെ ഉത്തരവാദിത്തമല്ലേ. അതായിരുന്നു പ്ലാൻ. ആരെങ്കിലും ബസ്സിന്റെ മുമ്പിലേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്തുക, അതിന്റെ പേരിൽ നാട് മുഴുവൻ കലാപം സൃഷ്ടിക്കുക. വീട്ടിൽ ഇരുന്ന് ആരും അടിച്ചിട്ടില്ലല്ലോ. അടിച്ചോ? സമരം ചെയ്തവരെ അടിച്ചില്ല. സമരത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ശാരീരിക ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ച ക്രിമിനലുകളെയാണ് അടിച്ചത്. ആ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് ഗൺമാൻ എന്ന പോസ്റ്റ്. മനസ്സിലായില്ലേ?